ഹായ് ഹലോ ഗേസ് നമ്മളിന്ന് നോക്കുന്നു സിവിൽ എക്സൈസ് ഓഫീസർ 51/2026 ഒരു മലയാളം ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സംയോജിക, പ്രയോജിക, സംബന്ധിക, പ്രതിഗ്രാഹിക. 4 ഓപ്ഷൻസ് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രതിഗ്രാഹിക എന്നതാണ്. പ്രതിഗ്രാഹിക. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം, എങ്ങനെയാണ് പ്രതിഗ്രാഹിക എന്ന ആൻസറിലോട്ട് നമ്മൾ എത്തിയതെന്ന്. ഇനി മലയാള വ്യാകരണത്തിൽ എ എന്ന പ്രത്യയം വരുന്നത് കർമ്മത്തെ സൂചിപ്പിക്കുന്ന പ്രതിഗ്രാഹിക വിഭക്തിയാണ്. മലയാള വ്യാകരണത്തിൽ എ എന്ന പ്രത്യയം വരുന്നത് കർമ്മത്തെ സൂചിപ്പിക്കുന്ന പ്രതിഗ്രാഹിക വിഭക്തിയാണ്. നമ്മൾ ആ വാക്യം എടുക്കുമ്പോൾ സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു, ഇവിടെ നോക്കുമ്പോൾ കുട്ടികൾ പ്ലസ് എ എന്തായി? കുട്ടികളെ ആയി. ഇതാണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്തിലോട്ട് വന്നത്? പ്രതിഗ്രാഹികയിലോട്ട് വന്നത്. അതായത് മലയാള വ്യാകരണത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്: മലയാള വ്യാകരണത്തിൽ എ എന്ന പ്രത്യയം വരുന്നത് കർമ്മത്തെ സൂചിപ്പിക്കുന്നു. എ എന്ന പ്രത്യയം വരുന്നത് കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് പ്രതിഗ്രാഹിക വിഭക്തിയാണ്. കുട്ടികൾ പ്ലസ് എ കുട്ടികളെ, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രതിഗ്രാഹികയിലോട്ട് എത്തിച്ചേർന്നത്. ഓക്കെ, 1 മാർക്കാണ്. സിമ്പിൾ കാര്യമാണ്. ഒരു എ മതി ജീവിതം മാറാൻ. കുട്ടികൾ പ്ലസ് എ കുട്ടികളെ, പ്രതിഗ്രാഹിക, സിമ്പിൾ.